മലബാറിൽ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം ഭാഗികമായി നിലച്ചു. കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ സ്വകാര്യ ബസ്, ടാക്സി സർവീസുകൾ വെട്ടിച്ചുരുക്കിയത് ജനജീവിതം ദുസ്സഹമാക്കി. എടിഎമ്മുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാകണമെങ്കിൽ 2 ദിവസം കൂടി വൈകേണ്ടിവരും. മലബാറിൽ പെട്രോൾ പമ്പുകളിൽ 500-ന് താഴെയുള്ള നോട്ടുകൾ ഇല്ലാത്തതിനാൽ പ്രവർത്തനം ഭാഗികമായി നിലച്ചു. ചില്ലറക്ഷാമം പെട്രോൾ പമ്പുകളിൽ തർക്കത്തിനും ഇടയാക്കുന്നു. കാരണം ഏതൊരു വ്യക്തി കൊണ്ടുവരുന്ന 1000-ന് കൊണ്ടുവരും 50-ന് അടിക്കാൻ. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഓരോ വായത്തൊന്ന് തെറിയും മുഴുവനും നീ ചേച്ചിക്ക് തന്നെ എത്രയോ ഒരു കസ്റ്റമർ അറാസ്റ്റ് ചെയ്ത മാതിരി വർത്തമാനം പറഞ്ഞത്. ബസ്, ടാക്സി സർവീസുകളെ ഇത് വരും മണിക്കൂറുകളിൽ ഗുരുതരമായി ബാധിക്കും. സാധാരണക്കാരുടെ ജീവിതം ഇതോടെ കൂടുതൽ ദുസ്സഹമാകും. ഞങ്ങളിപ്പോൾ പെട്ടെന്നായിട്ട് ബാംഗ്ലൂർക്ക് പോകേണ്ട ആൾക്കാരാണ്. ഞങ്ങൾക്കിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെയും ഈ ബുദ്ധിമുട്ടുകൾ ബാക്കിയുള്ളവർ പറയുമ്പോൾ ഞങ്ങൾക്കത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ 2-3 ഷോപ്പിൽ പറഞ്ഞിട്ട് ഞങ്ങളത് വല്ലാണ്ട് 500 അവിടെ എടുക്കില്ല, 1000 അവിടെ എടുക്കില്ല എന്ന് പറഞ്ഞൊരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതേസമയം വലിയ നോട്ടുകൾ അസാധുവാക്കിയ നടപടി പൊതുസമൂഹം മറികടക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. KV ബൈജു, റിപ്പോർട്ടർ, കോഴിക്കോട്.